ദിവസേന നമ്മെ ചാർജ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വീട്ടുജോലികൾ ഒരുപാട് സമയമെടുക്കുന്നു, ഓഫീസിലെ ജോലികൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല, ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, എനിക്ക് എപ്പോഴും ക്ഷീണം തോന്നുന്നു, ഇരുന്ന ഇരിപ്പിൽ ഞാൻ ഉറങ്ങിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് എനിക്ക് ഇഫക്റ്റീവെന്ന് തോന്നുന്ന, പ്രാക്ടീസ് ചെയ്ത് നല്ലതെന്ന് ബോധ്യപ്പെട്ട ഐത്രി തെറപ്പീസിനെ കുറിച്ച് പറയട്ടെ. വളരെ സിമ്പിളാണ്, ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ തലച്ചോറാണ് നമ്മുടെ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ധാരണയുണ്ടല്ലോ. ഒരാൾ സന്തോഷമായിട്ട് ജീവിക്കണോ, ഒരാൾ പരാജിതനെ പോലെ കരഞ്ഞ് ജീവിക്കണോ, കഷ്ടപ്പെട്ട് ജീവിക്കണോ, ഇഷ്ടപ്പെട്ട് ജീവിക്കണോ ഒക്കെ നമ്മുടെ തലച്ചോറാണല്ലോ തീരുമാനിക്കുന്നത്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അവിടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയാൽ എനിക്കിതാ വേണ്ടത്, എനിക്ക് സങ്കടങ്ങളൊക്കെ വന്നോട്ടെ, പക്ഷെ സാരമില്ല, മുന്നോട്ടുള്ള ജീവിതം എനിക്ക് വളരെ ഓജസ്സോടെ നല്ല ചൈതന്യത്തോടെ ജീവിക്കണം എന്ന് ഓരോരുത്തരും തീരുമാനിക്കണം. സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, ലോകം എങ്ങനെയോ പെരുമാറിക്കോട്ടെ, ആൾക്കാർ നമ്മളോട് എങ്ങനെയോ പെരുമാറട്ടെ, അതൊന്നും ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ, സന്തോഷമായിട്ടിരിക്കുമെന്ന് തീരുമാനിച്ചാൽ, അത് നമ്മുടെ ചോയ്സാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മളെ ചാർജ് ചെയ്യേണ്ടതുണ്ട്. ഐത്രി തെറപ്പീസിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഒരു നോർമൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാളിന് അയാൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ലോകത്തെ കുറ്റം പറയാതെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സംഭവിച്ചത് ഇന്ന ആളാണ് കാരണം എന്ന് ഓർത്ത് പരിതപിക്കാതെ, ആരെയും ബ്ലെയിം ചെയ്യാതെ മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചാൽ, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഞാൻ എന്നെ ചാർജ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള വഴികൾ തേടും. ആ വഴികളിൽ ഒരു ചെറിയ വഴി, വളരെ പ്രധാനപ്പെട്ട, വളരെ ലളിതമായ ഒരു വഴിയാണ് പറയുന്നത് ഐത്രി തെറപ്പി. ഐത്രി തെറപ്പി എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരാൾക്ക് അയാൾക്ക് വരുന്ന ഏത് പ്രശ്നവും ശരിയായ രീതിയിൽ പരിഹരിക്കാൻ കഴിയും. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത്, അങ്ങനെ ഒന്ന് ടെൻഷൻ വരുമ്പോൾ, സ്ട്രെസ്ഡ് ആകുമ്പോൾ ഒരു ചെയറിലിരിക്കുക, നിങ്ങളുടെ ശ്വാസത്തിലേക്ക്, ബ്രെത്തിലേക്ക് വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുക. കമ്പാഷനോടുകൂടി തന്നെ നിങ്ങൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം. ദെൻ ഫിക്സ് ദ ഫസ്റ്റ് അഫർമേഷൻ, ഐ ആം ഗുഡ്, ഞാൻ നല്ല ഒരാളാണ്. വേറെ ആരും പറയണ്ട, നമ്മളോട് തന്നെ നമ്മളെക്കുറിച്ച് ഒരു നല്ല വർത്തമാനം പറയുക. അപ്പോൾ തന്നെ മനസ്സിൽ നിന്നൊരു ചോദ്യം വരും, എത്ര നല്ലതാണ് ഞാൻ? ഒരു സംശയമില്ല, 100% നല്ലതാണ്. ഈ 100% നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം എക്സലൻറ്റ്. ദെൻ ഫീൽ ദറ്റ് പ്രൗഡ്, ആ ഒരു അഭിമാനത്തെ ഫീൽ ചെയ്യുക, ആ സന്തോഷത്തെ ഫീൽ ചെയ്യുക, സ്വയം അത് വിശ്വാസത്തോടു കൂടി ഓർപ്പിക്കുക. ദെൻ യു ക്യാൻ ഫിക്സ് ദാറ്റ് അഫർമേഷൻ. സെക്കൻഡ് അഫർമേഷൻ, അതുപോലെ ചെയറിലിരിക്കുക, ദീർഘമായിട്ട് ശ്വസിക്കുക, ആഴത്തിൽ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. സെക്കൻഡ് അഫർമേഷൻ ഈസ് ഐ ഡിഡ് മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ എൻ്റെ ഭൂതകാലത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എനിക്ക് കഴിയുന്ന വിധം നന്നായി ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ്, എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ്, കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ്, ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നത് അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ്, ഇങ്ങനെ ഗിൽറ്റ് ക്യാരി ചെയ്ത് ജീവിക്കും. എല്ലാവരും നമ്മളെ കുറ്റം പറഞ്ഞോട്ടെ, എല്ലാവരും നമ്മുടെ മിസ്റ്റേക്സിനെ ചൂണ്ടിക്കാണിച്ച് പരിഹസിച്ചോട്ടെ, എന്നാലും നമ്മളിലെ ആ വേദനിക്കുന്ന ആളിനെ വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം. എന്നിട്ട് ഉറപ്പായിട്ടും വിശ്വസിക്കണം, എൻ്റേതായിട്ടുള്ള ആ കഴിഞ്ഞ സാഹചര്യങ്ങളിൽ എനിക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ നന്നായിട്ട് ഞാൻ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഐ ഡിഡ് മൈ ബെസ്റ്റ്. എല്ലാവർക്കും വേണ്ടിയിട്ടും എപ്പോഴും കാണാറുണ്ട് അമ്മമാർ ഗിൽറ്റ് ക്യാരി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, അച്ഛൻ ഗിൽറ്റ് ക്യാരി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, മക്കൾ ഗിൽറ്റ് ക്യാരി ചെയ്തുകൊണ്ടേ പോകുന്നത്. ഞാൻ അത് ചെയ്തില്ല, ഞാൻ ഇത് ചെയ്തില്ല, ഇങ്ങനെ ചെയ്തെങ്കിൽ നന്നായിരുന്നു, അങ്ങനെയുള്ള ഒരു ഇഫ് ക്ലോസിലേക്ക് പോയിക്കൊണ്ട്. അങ്ങനെ ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതിരുന്നുവെങ്കിൽ ആ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാരണങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. സോ ഫിക്സ് ദാറ്റ് അഫർമേഷൻ, ഐ ഡിഡ് മൈ ബെസ്റ്റ്. അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു കോണ്ടൻറ്റ്മെൻ്റ് ഉണ്ട്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. ചില കുഴപ്പങ്ങളൊക്കെ വന്നോട്ടെ, ഈ മിസ്റ്റേക്സ് ആർ ഓക്കെ.
മിസ്റ്റേക്സ് പറ്റാം നമുക്ക്, പക്ഷേ ആ മിസ്റ്റേക്സ് പറ്റിയപ്പോഴും ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദറ്റ് ഇസ് എ സെക്കൻഡ് അഫർമേഷൻ. ദെൻ തേർഡ് തെറപ്പി, ഐ വിൽ ഡു ഇറ്റ്. ഇനി വരാൻ പോകുന്ന കാര്യമാണ് ഫ്യൂച്ചർ. ഇനി എന്തൊക്കെ ചലഞ്ചസ് ആണ് എനിക്ക് ഫേസ് ചെയ്യാനുള്ളത്, ഇനി മുന്നോട്ട് എന്തൊക്കെ സ്വപ്നങ്ങളാണ് എനിക്ക് യാഥാർത്ഥ്യമാക്കാനുള്ളത്, എന്തൊക്കെയാണ് ഞാൻ മുന്നോട്ട് വയ്ക്കേണ്ടത്, എന്തൊക്കെ ഐഡിയാസാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാം, തളരാം, വെപ്രാളപ്പെടാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ചെയ്യാൻ കഴിയും. എന്ത് കാര്യവും വന്നോട്ടെ, ഏത് വെല്ലുവിളിയും വന്നോട്ടെ, ഞാനത് കംപ്ലീറ്റായിട്ട് ആഹ്ലാദത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടി ചെയ്യും എന്ന് തീരുമാനിക്കുന്നിടത്ത് നമ്മളുടെ ലോകം മാറുകയായി. ഈ 3 അഫർമേഷൻ, ഐ ആം ഗുഡ്, ഐ ഡിഡ് മൈ ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഇതിനൊരു തെറപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ട്. നമ്മളുടെ ശ്വാസത്തോടൊപ്പം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നന്നായിട്ട് ഇത് ഉറപ്പിക്കുന്ന പക്ഷം വി ഫീൽ ഗുഡ്, വി ഫീൽ പ്രൗഡ്. മുന്നോട്ട് പോകാനുള്ള ആ ഒരു ആർജവം നമുക്കുണ്ടാകും. ഇടയ്ക്കെങ്കിലും നമ്മളുടെ ചാർജറായിട്ടുള്ള ബ്രെത്ത് ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മളുടെ ശ്വാസത്തെ പിന്തുടർന്നുകൊണ്ട്, അത് തരുന്ന അലേർട്ട്നെസ്സിനെ, ശ്രദ്ധയെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലേക്കും വിന്യസിച്ചുകൊണ്ട് ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധയോടെയും ഇഷ്ടത്തോടെയും ചെയ്തുകൊണ്ട് മൈൻഡ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാം നമുക്ക്.